കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് MCO04 MCOM ഫസ്റ്റ് സെമ്മിലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അഥവാ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പം ഈ വരുന്ന ജൂൺ 2024 എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു വൈഡ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു വൈഡ് സബ്ജക്റ്റിൽ നിന്നും നമുക്ക് പല ബ്ലോക്സ് അല്ലെങ്കിൽ പല യൂണിറ്റ്സ് ആയിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവേണ്ട ബ്ലോക്സ് ഏതാണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഏതാണ്, ടോപ്പിക് വൈസ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജനറൽ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എന്താണ്, ഒരു എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ആണ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് 2021 മുതൽ 2023 ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിന്റെ ബേസിലാണ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തതിന്റെ ബേസിസിലും അതുപോലെ തന്നെ അതിൽ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലും അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതുപോലെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലബസ് എത്രത്തോളം ഇതിൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു സിലബസ് ഓഫ് MCO04 അഥവാ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് 5 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ ഒരു 5 ബ്ലോക്സ് തന്നെ പല തരത്തിലുള്ള ആസ്പെക്റ്റുകൾ കവർ ചെയ്യുന്ന ഒരു ബ്ലോക്സ് ആണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് വരുന്നുണ്ട്, അതുപോലെ ലീഗൽ എൻവയോൺമെന്റ് വരുന്നുണ്ട്, അതുപോലെ റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ എക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പല ബ്ലോക്സ് അല്ലെങ്കിൽ 5 ബ്ലോക്സ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വരുന്നത്. അപ്പം ഒരു അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളതിന്റെ ബേസിൽ, അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിലോട്ട് നമ്മൾ കടക്കുവാണെങ്കിൽ ജൂൺ 2021 ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് പറയുവാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, അതുപോലെ ഫോറിൻ ക്യാപിറ്റൽ, ബിസിനസ് എൻവയോൺമെന്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോസ്, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയ ടോപ്പിക്സുകളാണ് നമുക്ക് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഇൻ ജൂൺ 2021 എക്സാമിൽ. ഇനി ഫ്രീക്വന്റ്ലി നമുക്ക് കാണാൻ അല്ലെങ്കിൽ കൂടുതലും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏത് ടോപ്പിക്സ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ, അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഇനി ഒരു ഡിസംബർ 2021 എക്സാംസിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ അതിൽ നമുക്ക് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സെയിം ഈ കഴിഞ്ഞ നമ്മൾ ജൂൺ 2021 പോലെ തന്നെയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഗെയിൻ നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റ്, സ്മോൾ സ്കെയിൽ സെക്ടർ, ഗവൺമെന്റ് റോൾ, അതുപോലെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഗ്ലോബലൈസേഷൻ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ പല കാര്യങ്ങളിലും റിലേറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്മോൾ സ്കെയിൽ സെക്ടർ ആൻഡ് കൺസ്യൂമർ റൈറ്റ്സ്, അതുപോലെ ഗ്ലോബലൈസേഷൻ. ഇനി ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിന്റെ ബേസിൽ നമ്മൾ പറയുവാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലോസിനെ കുറിച്ചും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, പബ്ലിക് സെക്ടർ പെർഫോമൻസ്, എക്കണോമിക് റിഫോംസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഫോറിൻ ക്യാപിറ്റൽ, റെഗുലേറ്ററി പോളിസീസ്, ഇത്രയും ടോപ്പിക്സുകളാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്.
ഇതിന്റെ ഒരു ഫ്രീക്വൻസി തീംസ് അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതലും ചോദിച്ചു കാണുന്നതായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ടത് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലോസും എക്കണോമിക് റിഫോം ഫോറിൻ ക്യാപിറ്റലും ആണ്. ഇനി ഡിസംബർ 2022 കടക്കുന്ന സമയത്ത് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, ഗ്ലോബലൈസേഷൻ, ഫിസിക്കൽ പോളിസി, സെബി ഗൈഡ് ലൈൻസ്, എക്കണോമിക് റിഫോംസ്. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള, അതായത് ഇപ്പം ജൂൺ 2022 വരെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസംബർ 22 കുറച്ച് ടോപ്പിക്സ് അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറി കുറച്ച് ടോപ്പിക്കുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കും വീണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അവർ ചോദിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ, അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി നമുക്ക് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എക്കണോമിക് റിഫോംസും ഗ്ലോബലൈസേഷനും ഇൻഡസ്ട്രിയൽ പോളിസിയുമാണ്. ഇനി ജൂൺ 2023 കടക്കുന്ന സമയത്ത് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചും സെക്യൂരിറ്റീസ് ലിസ്റ്റിംഗിനെ കുറിച്ചും അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചും ഇൻഡസ്ട്രിയൽ പോളിസീസിനെ കുറിച്ചും എഗെയിൻ നമുക്ക് 2021-22 ചോദിച്ചിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച്, അതുപോലെ WTO, അതുപോലെ TRIPS ആൻഡ് ട്രിംസ്, ഇതിനെ കുറിച്ചും എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയാനുള്ളത് ബിസിനസ് എൻവയോൺമെന്റും എക്കണോമിക് പ്ലാനിങ് അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ജൂൺ 2023 നമുക്ക് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ഡിസംബർ 2023, അതായത് ഡിസംബർ 2023, അതായത് കഴിഞ്ഞ എക്സാമിനെ നമുക്ക് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്കണോമിക് റിഫോംസ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ FEMA, ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക്സ് കവേർഡിന്റെ അണ്ടറിൽ വരുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ഫ്രീക്വന്റ് തീംസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് ബിസിനസ് എൻവയോൺമെന്റും അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസും ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസും. ഇനി നമുക്ക് ഫ്രീക്വന്റ്ലി, അതായത് ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ്, ഇപ്പൊ ഈ ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിൽ നമുക്ക് കണ്ടുവരുന്ന നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് ഫ്രീക്വന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യമാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക് റിഫോംസ്. അത് എന്താണ്, എക്സ്റ്റെൻസീവ്ലി റിഫ്ലക്ടിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ പോസ്റ്റ് ലിബറലൈസേഷൻ കോണ്ടെസ്റ്റ്. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കും എന്താണ്, ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എല്ലാ എക്സാംസിലും അല്ലെങ്കിൽ അതിന്റെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് പറയുന്ന ടോപ്പിക്കാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സെബി, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇതിന്റെ അണ്ടറിൽ നമുക്ക് ചോദിച്ചു കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു റെഗുലേറ്ററി എൻവയോൺമെന്റിന്റെ ഡൈനമിക് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഈ പറയുന്ന റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. കൺസിസ്റ്റന്റ്ലി ഇതെന്താണ്, എല്ലാ എക്സാംസിലും നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സിലും അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പം ഇതിന്റെ ഒരു ബേസിൽ നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് പറയുവാണെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ്, ഫോറിൻ ക്യാപിറ്റൽ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് റിക്കറിംഗ് ഇൻ ദി എക്സാംസ്, ഇതെല്ലാം എന്താണ്, കൂടുതലും നമുക്ക് എക്സാംസിൽ റിക്കർ ചെയ്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതലും ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഈ ടോപ്പിക്കുകളെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു റെഗുലേറ്ററി എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷനും റെഗുലേറ്ററി എൻവയോൺമെന്റും മറ്റുള്ള ടോപ്പിക്സുകളെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതിന്റെ നേച്ചർ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന റെഗുലേറ്ററി എൻവയോൺമെന്റും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനിലും ഒക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രിലിമിനറി അനാലിസിസ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു MCO 04 അഥവാ ബിസിനസ് എൻവയോൺമെന്റിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
അപ്പം അതിന്റെ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് വരുന്ന വെയിറ്റേജസ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു എബോ ചാർട്ട് നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് MCO04 അഥവാ ബിസിനസ് എൻവയോൺമെന്റിന്റെ 2021 ജൂൺ മുതൽ ഡിസംബർ 2023 വരെയുള്ള എക്സാംസിന് മാർക്സ് അല്ലെങ്കിൽ വെയിറ്റേജ് അലൗട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. ബ്ലോക്ക് 1 സോഷ്യൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ നിന്നും നമുക്ക് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് നമുക്ക് ബ്ലോക്ക് 1 എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് 1-ൽ നിന്നും നമുക്ക് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ ദ ഇമ്പാക്ട് ഓഫ് സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓൺ ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 2-ലേക്ക് കടക്കുന്ന സമയത്ത് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും മോഡറേറ്റ് ഫ്രീക്വൻസി ആണ്. അതായത് കമ്പയറിംഗ് ടു ബ്ലോക്ക് 1 എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കുറവാണെങ്കിലും അതിലും എന്ത് വരുന്നുണ്ട്, കുറച്ച് കീ ടോപ്പിക്സ് വരുന്നുണ്ട്. അതായത് കൺസ്യൂമർ റൈറ്റ്സ്, അതുപോലെ തന്നെ റെഗുലേറ്ററി പോളിസീസ്, അതുപോലെ ബിസിനസ് ലോ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ആണ്. ഇനി ബ്ലോക്ക് 3-ലോട്ട് വരുന്ന സമയത്ത് റെഗുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലോട്ട് വരുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു കൺസിസ്റ്റന്റ് ഫോക്കസ് ആണ്. അതായത് നമുക്കൊരു തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ്, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ. ഇത് തീർച്ചയായിട്ടും എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡൈനാമിക്സ് എന്നുള്ളതും അതുപോലെ തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതും ഈ ബ്ലോക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ടോപ്പിക്കുകൾ കൂടിയാണ്. ഇനി ബ്ലോക്ക് 4-ലോട്ട് വരുന്ന സമയത്ത് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന ബ്ലോക്കിൽ നിന്നും ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതിൽ വന്നിട്ടുള്ളത്, എക്സാംസിൽ നമുക്ക് അപ്പിയർ ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്ക് 4-ന് നമുക്ക് ക്രിട്ടിക്കൽ റോൾ ഉണ്ട് നമ്മുടെ എക്സാമിന് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് അതായത് എക്കണോമിക് റിഫോംസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഫോറിൻ ക്യാപിറ്റൽ, ഇൻഡസ്ട്രിയൽ പോളിസി, എക്കണോമിക് പ്ലാനിംഗ്, ഇതെല്ലാമാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 5-ലോട്ട് വരുവാണെങ്കിൽ ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കുറവാണെങ്കിലും ഇപ്പോഴും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ പോലുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ WTO, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതുപോലെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ഇതെല്ലാം ഈ ഒരു ബ്ലോക്കിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അത് കൂടുതലും ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും, അതായത് മറ്റുള്ള ബ്ലോക്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിട്ടുള്ള ബ്ലോക്സിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 1-ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 4-ഉമാണ്. സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആൻഡ് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന 2 ബ്ലോക്കുകളാണ് കൂടുതലും നമുക്ക് ഹൈ ഫ്രീക്വൻസി ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ലോവർ ഫ്രീക്വൻസി ബ്ലോക്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു ബ്ലോക്സുകളാണ് ബ്ലോക്ക് 5 ഇന്റർനാഷണൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റും അതുപോലെ തന്നെ ബ്ലോക്ക് 2 ലീഗൽ എൻവയോൺമെന്റും. ഇതിൽ നിന്നും ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചു കണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡയഗ്രാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റ്സിൽ നിന്നും മാർക്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ഫ്രം 2021 ജൂൺ മുതൽ ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട്. അപ്പം അതിൽ നിന്നുള്ള ഒരു കീ ഫൈൻഡിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഫ്രീക്വന്റ്ലി ടാർഗറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്സും, അതുപോലെ തന്നെ യൂണിറ്റ് 11 റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ യൂണിറ്റ് 17 എക്കണോമിക് റിഫോംസിനെ കുറിച്ചുള്ള ടോപ്പിക് വരുന്ന യൂണിറ്റ്, അതുപോലെ തന്നെ യൂണിറ്റ് 16 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ യൂണിറ്റ് 4 പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. ഇതെല്ലാം ഹൈലി ഫ്രീക്വൻസിലി ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാ എക്സാംസിനും ടാർഗറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു പോവേണ്ട യൂണിറ്റ്സ് ആണ് ഇത്രയും വരുന്നത്. ഇനി മോഡറേറ്റ്ലി ടാർഗറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ്സുകളാണ്. അതായത് കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സിനേക്കാളും ഇമ്പോർട്ടൻസ് കുറവ് കൊടുത്ത് പഠിച്ചു പോവേണ്ട ടോപ്പിക്സുകളാണ് അല്ലെങ്കിൽ യൂണിറ്റ്സുകളാണ്. യൂണിറ്റ് 1 ഡൈമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ യൂണിറ്റ് 2 സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, യൂണിറ്റ് 5 റെഗുലേറ്ററി പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക്, അതുപോലെ യൂണിറ്റ് 9 ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അതുപോലെ യൂണിറ്റ് 13 സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി, യൂണിറ്റ് 14 എക്കണോമിക് പ്ലാനിംഗ്, അതുപോലെ യൂണിറ്റ് 18 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് എക്സിം പോളിസി, അതുപോലെ ലെസ്
ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മുടെ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഹൈ ഫ്രീക്വൻസി അല്ലാത്ത, അതായത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്ലോക്സിനെ കമ്പയർ ചെയ്യുമ്പം എന്താണ് കുറവ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ഇനി ലെസ് ഫ്രീക്വന്റ്ലി, അതായത് ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള യൂണിറ്റ്സ് എന്നുള്ള കാറ്റഗറിയുടെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 6, 7 and 8. അതായത് വേരിയസ് കോർപ്പറേറ്റ് ആൻഡ് ലേബർ ലോസിനെ കുറിച്ച് പറയുന്ന ലീഗൽ പ്രൊവിഷൻസും ലേബർ ലെജിസ്ലേഷനെ കുറിച്ചും ഒക്കെ പറയുന്ന യൂണിറ്റ്സുകളായിട്ടുള്ള യൂണിറ്റ് 6, 7 and 8. അതുപോലെ തന്നെ യൂണിറ്റ് 10 ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ആസ്പെക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന യൂണിറ്റ് 12 എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 12. ഇത്രയാണ് നമ്മുടെ ലോവർ ഫ്രീക്വൻസി കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിസിൽ നിന്നും, അതായത് നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? യൂണിറ്റ് 3, 11, 17 and 16 അതെന്താണ് ഫ്രീക്വന്റ്ലി കവേർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ എക്സാമുകളിലും കവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 6, 7 and 8 അതും എന്താണ് ഫ്യൂവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ലെസ് എംപസൈസ്ഡ് ഇൻ എക്സാംസ്. ഏത് യൂണിറ്റ്സ് ആണ് ഈ പറയുന്ന യൂണിറ്റുകൾ നമുക്ക് ലെസ് എംപസൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോയാൽ മതി, ബട്ട് എന്താണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ തീരെ ഒഴിവാക്കാതെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. ഇനി ടോപ്പിക് വൈസ് അനാലിസിസിലേക്ക് കടക്കുവാണെങ്കിൽ, അതായത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കുവാണെങ്കിൽ, ഇപ്പം ഈ തന്നിട്ടുള്ള ഒരു ഡയഗ്രത്തിന്റെ ബേസിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ ജൂൺ 2021 മുതൽ ഡിസംബർ 2023 വരെ ടോപ്പിക് വൈസ് വെയിറ്റേജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വന്റ്ലി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ്, അതുപോലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതുപോലെ ഗവൺമെന്റ് പോളിസി ടുവാർഡ് സ്മോൾ സ്കെയിൽ സെക്ടർ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ. അത്രയാണ് നമ്മൾ ഹൈലി ടാർഗറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ചോദിച്ചു കണ്ടിട്ടുള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു മോഡറേറ്റ് ടാർഗറ്റഡ് ടോപ്പിക്സ് എന്നുള്ള കാറ്റഗറിയുടെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്ന ടോപ്പിക്. അതായത് നമുക്കിപ്പം ഈ പറയുന്ന എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ വരുന്ന ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്ന ടോപ്പിക്. അതുപോലെ തന്നെ ട്രെൻഡ് ഇൻ നാഷണൽ ഇൻകം ഗ്രോത്ത് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ, അതായത് നാഷണൽ ഇൻകം ഗ്രോത്ത് എങ്ങനെയാണ്, അതിന്റെ ട്രെൻഡ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് ആ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു സിഗ്നിഫിക്കന്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോൾ ഓഫ് ഗവൺമെന്റ്, അതായത് റെഗുലേറ്ററി എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ റോൾ എന്താണ്, ടു ഡെമോൺസ്ട്രേറ്റ് ഏതാണ് റെഗുലേറ്ററി എൻവയോൺമെന്റ്, അതായത് നമ്മൾ റെഗുലേറ്ററി എൻവയോൺമെന്റിൽ എന്താണ് ഒരു ഗവൺമെന്റിന്റെ റോള് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. ഇത്രയാണ് ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇനി ലെസ് ഫ്രീക്വൻസി ടാർഗറ്റഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 99, അതായത് ഏതാണ് നമ്മുടെ കമ്പനീസ് ആക്ട് എന്തൊക്കെ അമെൻമെന്റ്സും ഇംപ്ലിക്കേഷൻസും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റും അതിന്റെ കൺസെപ്റ്റും എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ സ്ട്രെങ്ത് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസി സ്റ്റിൽ 1919 വരെയുള്ള ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് 1948, ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ലേബർ ലോസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും നമ്മൾ ലെസ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തീരെ ഒഴിവാക്കരുത്, എന്ത് ചെയ്യണം, അതും ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻ, അതുപോലെ എക്കണോമിക് റിഫോംസ്, ഇതെല്ലാം എന്താണ് ഫ്രീക്വന്റ്ലി നമുക്ക് എക്സാംസിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക്സ് റിലേറ്റഡ് ടു ഗ്ലോബലൈസേഷൻ, സ്മോൾ സ്കെയിൽ സെക്ടർ പോളിസീസ്,
ഗവൺമെന്റ് റോൾസ്, ഇതും എന്താണ് പ്രോമിനന്റ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് സബ്ജക്റ്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഒരു മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും, അതായത് നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും അലോക്കേറ്റ് ചെയ്യുന്ന മാർക്സ് എത്രയാണ് എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് തന്നിട്ടുള്ള ചാർട്ടാണിത്. അതിൽ ഹൈ ആവറേജ് മാർക്ക് ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് ഈ പറഞ്ഞ പോലെ ഹൈലി ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സെബി ഗൈഡ് ലൈൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ഗവൺമെന്റ് പോളിസീസ് ടുവാർഡ് സ്മോൾ സ്കെയിൽ സെക്ടർ. ഇത്രയാണ് ഹൈലി മാർക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇനി ഒരു മോഡറേറ്റ് ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഏത് തന്നെയാണ്, നമുക്ക് മോഡറേറ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ലോങ് ടേം ഗോൾസിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രെൻഡ് ഇൻ നാഷണൽ ഇൻകം ഗ്രോത്ത് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, കൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, റോൾ ഓഫ് ഗവൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോഡറേറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ്. ഇനി ലോ ആവറേജ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ്, അതായത് മറ്റുള്ള ടോപ്പിക്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കമ്പനീസ് ആക്ട് 99, അതുപോലെ തന്നെ പ്രൈമറി ക്യാപിറ്റലിനെ കുറിച്ച്, ക്യാപിറ്റൽ മാർക്കറ്റുകളെ കുറിച്ചുള്ള കാര്യം, അതുപോലെ തന്നെ ട്രെൻഡ് ഇൻ ഇന്ത്യൻസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ കുറിച്ച്, അതുപോലെ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസീസ്, അതുപോലെ ഫാക്ടറി ആക്ട് 1948. ഇതെല്ലാം എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാമെങ്കിലും മറ്റുള്ള ടോപ്പിക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അനാലിസിസ് അതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പം ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് എന്നുള്ള ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് പല എക്സാമുകളിലും ഒരേപോലെ ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ജൂൺ 2021 ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, ഡിസ്ക്രൈബ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ് ഫോർ ബിസിനസ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഡിസംബർ 2021 നമുക്ക് ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2022 ഈ 3 എക്സാംസിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ജൂൺ 2021 അതുപോലെ തന്നെ ഡിസംബർ 2023 ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി എക്കണോമിക് റിഫോംസ്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജൂൺ 2021 അതുപോലെ തന്നെ ജൂൺ 2022 ആൻഡ് ഡിസംബർ 2022 ഈ 3 ഇയറിലെ അല്ലെങ്കിൽ 3 സെമ്മുകളിലായിട്ട് നടന്നിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് എക്കണോമിക് റിഫോംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി സെബി ഗൈഡ് ലൈൻസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ജൂൺ 2022 ഡിസംബർ 2023 നമുക്ക് ചോദിച്ചു കണ്ടിരുന്നു. ഇനി ഗ്ലോബലൈസേഷനും അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസും റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസംബർ 2021 അതുപോലെ തന്നെ ജൂൺ 2022 ഡിസംബർ 23 ഇതിലെല്ലാം 3 എക്സാംസിൽ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മറ്റൊരു ടോപ്പിക് ആയിരുന്നു, അതായത് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ജൂൺ 2021 ഡിസംബർ 21 ജൂൺ 22 ഈ 3 എക്സാംസിൽ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു സജസ്റ്റഡ് ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കാതെ നോക്കി പോകേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സ് ഇതൊക്കെ തന്നെയാണ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക. എക്കണോമിക് റിഫോംസ്, ലിബറലൈസേഷൻ, ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുക. സെബി ഗൈഡ് ലൈൻസ് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻസിനെ കുറിച്ചും നല്ലൊരു ഐഡിയ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാനുള്ള ഒരു ഒക്കെ ആയിരിക്കണം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പം ഈ ടോപ്പിക്സുകളെല്ലാം മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കേണ്ട ടോപ്പിക്കുകളാണ്, ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പം ഇനി ഒരു കോംപ്രഹെൻസീവ് നോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ
എന്താണ് MCO04 അഥവാ ബിസിനസ് എൻവയോൺമെന്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന നമ്മൾ അനാലിസിസിന്റെ ബേസിൽ, അതായത് ജൂൺ 2021 മുതൽ ഡിസംബർ 2023 വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിന്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന ഫോക്കസ് ചെയ്യേണ്ട കീ ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്, അതിന്റെ തന്നെ ഡെഫിനീഷൻസ്, അതുപോലെ തന്നെ അതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ് ഫോർ ബിസിനസ് ഇൻ ഇന്ത്യ, അതിന്റെ അപ്രോച്ചസ്, അതായത് സോഷ്യൽ അക്കൗണ്ടിങ്ങിനും റിപ്പോർട്ടിങ്ങിനുമുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എക്സാമ്പിൾസോട് കൂടി തന്നെ നമ്മളത് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരുന്ന ടോപ്പിക്കുകളാണ് എക്കണോമിക് റിഫോംസ്, അതായത് എന്താണ് സിഗ്നിഫിക്കന്റ് പോസ്റ്റ് ഇൻ 1991 റിഫോം വിത്ത് വൈഡ് റീച്ചിങ് ഇംപ്ലിക്കേഷൻസ്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയത്, ഓരോ ടോപ്പിക്സുകളും എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി, അതിൽ തന്നെ വേരിയസ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതുപോലെ കീ പോളിസി ചേഞ്ചസ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഓരോന്നും, അതായത് ഗ്ലോബലൈസേഷൻ, അതുപോലെ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഓരോ സ്പെസിഫിക് റിഫോംസിനെയും നമ്മൾ എന്താണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്കംസ്, അതായത് GDP ഗ്രോത്ത്, എംപ്ലോയ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സെബി ഗൈഡ് ലൈൻ ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റൽ റെഗുലേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻ. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡൈനമിക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് ഉള്ളത്, സെബി ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തൊക്കെയാണ് സെബി ഫങ്ഷൻസ് വരുന്നത്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ റെഗുലേറ്ററി മെഷേഴ്സ് അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെബി ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് കേസ് സ്റ്റഡീസ്, അതായത് സെബി ഗൈഡ് ലൈൻ റിലേറ്റ് ചെയ്ത് വരുന്ന കേസ് സ്റ്റഡീസ് ഓഫ് മാർക്കറ്റ് റെഗുലേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സ് ഗ്രോത്ത്, അതായത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിന് എങ്ങനെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹെൽപ്ഫുൾ ആവുന്നത്, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കീ കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ എക്കോണമിയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഗവൺമെന്റ് പോളിസീസ് എന്തൊക്കെയാണ്, ഇനി ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അത് നമുക്ക് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും അത് നമുക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെന്റിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഒരു ഷേപ്പ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് ട്രിപ്സ്, അതുപോലെ ട്രിം എഗ്രിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതും നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക. ഇനി മോണിറ്ററി പോളിസി റിലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഫണ്ടമെന്റൽ എക്കണോമിക് മാനേജ്മെന്റ് ടൂൾ ആണ് ഈ പറയുന്ന മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതായത് എക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഗ്രോത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, ഇൻഫ്ലേഷന്റെ സമയത്ത്, അതുപോലെ ഫിസിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ റീസെന്റ് ചേഞ്ചസ്, നമ്മുടെ മോണിറ്ററി പോളിസിയിൽ ഉണ്ടായിട്ടുള്ള റീസെന്റ് ചേഞ്ചസ് നമ്മൾ നല്ല ബോധേഡ് ആയിരിക്കണം. അതുപോലെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് എക്കണോമിക് പ്ലാനിങ്. ഇതിൽ നമ്മൾ എന്താണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വേരിയസ് ഇൻഡസ്ട്രീസ് പോളിസീസിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിരിക്കുക. അതുപോലെ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റിൽ ഇതിന്റെ റോള് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇൻഡസ്ട്രിയൽ പോളിസി മാറുന്നത്, അതായത് അതിന്റെ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പോളിസീസിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട്
മനസ്സിലാക്കിയിരിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് എന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്താണ് കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊവിഷൻ ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ റൈറ്റ്സ് ആൻഡ് റിലീഫ്സ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്, എന്തൊക്കെ റൈറ്റ്സും അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ആക്ടിലൂടെ കൺസ്യൂമർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ്സും ഇംപ്ലിക്കേഷൻസും എന്തൊക്കെയാണെന്നുള്ളതും ബോധേഡ് ആയിരിക്കുക. ഇനി ഒരു സ്റ്റഡി ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കീ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്സുകളിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ പറയുന്ന ജൂൺ 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കൺസെപ്ച്വൽ ക്ലാരിറ്റി, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടും സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി തന്നെ ഈ കീ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കറന്റ്ലി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് കൂടി നമ്മൾ ആക്ടുകളും പോലുള്ള കാര്യങ്ങളിലൊക്കെ അതുകൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സമ്മറീസ്, അതായത് ഓരോ ടോപ്പിക്സും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡെഫിനീഷൻസ് അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷനും കൂടി ഉണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ പറയുന്ന ഒരു കീ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മോർ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം MCO 04 ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തായിരിക്കും MCO 04 ഒരു 3 hours എക്സാം ആയിരിക്കും. 100 മാർക്സിലായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പൊ ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. ഓക്കെ, അപ്പം എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സ് പോലെ തന്നെ അതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്ത് വരാം, ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്യാനും നമുക്ക് വരാവുന്നതാണ്. വിത്ത് എക്സാമ്പിൾ തന്നെ ചോദിക്കാം ഫോർ 20 മാർക്സ്. അതുപോലെ തന്നെ വരുന്ന എക്കണോമിക് റിഫോംസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കീ എക്കണോമിക് റിഫോംസ്, അതായത് 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കീ എക്കണോമിക് റിഫോംസ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ ഇമ്പാക്ട്, ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിന്റെ എല്ലാം ഇമ്പാക്ട് അനലൈസ് ചെയ്യാനായിട്ട് അതും നമുക്ക് 20 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെബി ഗൈഡ് ലൈൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇതിന്റെ ഫങ്ഷൻസ്, സെബി ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെബിയുടെ ഫങ്ഷൻ എന്താണ്, അതിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ എല്ലാം എന്താണ് അണ്ടർ റൈറ്റിംഗ് ആൻഡ് പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഇതെല്ലാം നമുക്ക് 20 മാർക്സിന് ചോദിക്കാവുന്നതാണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് ഈച്ച് ഹാവ് 10 മാർക്സ്. ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇന്ത്യൻ എക്കോണമിയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്സിന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സപ്പോർട്ട് മെക്കാനിസംസ്, അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് പോളിസീസും സപ്പോർട്ട് മെക്കാനിസംസും എന്തൊക്കെയാണ് എന്നുള്ളതും 10 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതിന്റെ ഇംപ്ലിക്കേഷൻ ഇൻ ഇന്ത്യൻ എക്കോണമിയിൽ ഗ്ലോബലൈസേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ 10 മാർക്സിന് ചോദിക്കാം. അതുപോലെ തന്നെ ട്രിപ്സ് ആൻഡ് ട്രിംസ് എഗ്രിമെന്റ്സുകളെ കുറിച്ച് നമുക്ക് 10 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഇനി മോണിറ്ററി പോളിസി റിലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ എന്താണ് മോണിറ്ററി പോളിസി, അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, ഇന്ത്യൻ എക്കോണമിയിൽ അതിന്റെ മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റീസെന്റ് ചേഞ്ചസ് ഇൻ മോണിറ്ററി പോളിസി, ഇത് രണ്ടും എന്താണ് 10 മാർക്സ് വീതം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് എക്കണോമിക് പ്ലാനിംഗ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ റോൾ ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി, എന്താണ് എക്കണോമിക് പ്ലാനിങ്ങിൽ ഇതിന്റെ റോൾ എന്താണ്, ഇന്ത്യൻ എക്കോണമിയിൽ ഇതിന്റെ റോൾ എന്താണ് എന്നുള്ളത്.
അപ്പൊ അതും എന്താണ് 20 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 10 മാർക്സിന്, അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് റിലീഫ്സ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്, ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റൈറ്റ്സ് ആൻഡ് റിലീഫ് എന്തൊക്കെയാണ് എന്നുള്ളതും 10 മാർക്സിന് ചോദിക്കാം, ടോട്ടൽ 20 മാർക്സിനായിട്ട്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് എക്സിം പോളിസി എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്നുള്ളതും അതിന്റെ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും 10 മാർക്സിന് ചോദിക്കാവുന്നതാണ്. അതിന്റെ മെഷേഴ്സ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഒരു ബാലൻസ് ചെയ്തു പോകാനായിട്ട് വരുന്ന ഒരു മെഷേഴ്സ് എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും 10 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയുടെ അണ്ടറിൽ വരാവുന്നതാണ് എൻവയോൺമെന്റൽ സ്കാനിങ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്സ്, അതുപോലെ തന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, കൺസ്യൂമറിസം ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതെല്ലാം എന്താണ് 10 മാർക്സ് വീതം നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് ഈ പറയുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 2021 ജൂൺ മുതൽ 2023 ഡിസംബർ വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട കീ ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വന്റ്ലി കവേർഡ് ആയിട്ടുള്ള കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.